രചന SMC, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അകലെ അമ്പലത്തിലെ മണിനാഥൻ നേർത്തിരുന്നു. കല്യാണ മണ്ഡപത്തിലെ വർണ്ണദീപങ്ങൾ അപ്പോഴും മിന്നി തിളങ്ങുന്നുണ്ടായിരുന്നു. മുല്ലപ്പൂവിന്റെയും പനനീരിന്റെയും നേർത്ത സുഗന്ധം അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. പക്ഷേ സതിയുടെ മനസ്സ് മാത്രം ആ ആഘോഷത്തിരക്കിൽ നിന്ന് ഒരുപാട് ദൂരെയായിരുന്നു. അവളുടെ ഉള്ളിൽ ഒരു കനലെരിഞ്ഞു. അത് കഴിഞ്ഞ കാലത്തിന്റെ ഓർമ്മകളിൽ നിന്നുള്ളതായിരുന്നു. 22 വയസ്സ് തികയും മുമ്പേ കരിഞ്ഞുണങ്ങിയ ആ ആദ്യ ബന്ധം, 1 വർഷം പോലും തികയും മുമ്പേ അവസാനിച്ച വിവാഹം, അത് അവളുടെ ജീവിതത്തിൽ ഒരു തീരാ കളങ്കമായി അവശേഷിച്ചു. ലോകം അതിനവിടെ ഭാഗ്യദോഷമായി അടയാളപ്പെടുത്തി. അവൾ പതിയെ അരികിലിരിക്കുന്ന രാജനെ നോക്കി. അവന്റെ മുഖത്ത് തെളിഞ്ഞ ചിരി കാണുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളിൽ ആശങ്കകൾ ഒരു നിമിഷം മറച്ചു. ഈ മനുഷ്യൻ തന്നെ ആദ്യമായി വിവാഹം കഴിക്കുന്നവനാണ്. താനാണെങ്കിൽ ഒരൊറ്റ വർഷം കൊണ്ട് ജീവിതത്തിന്റെ കയ്പ് നീർ കുടിച്ച് തീർത്ത ഒരുവളും. ആ ചിന്ത ഒരു കറുത്ത മേഘം പോലെ അവളെ മൂടി. ഒരു വിങ്ങലായി ഉള്ളിൽ തങ്ങി നിന്നു. സതി, എന്തിനാ ഈ വിഷമം? എല്ലാവരും നോക്കുന്നുണ്ട്. രാജൻ അവളുടെ കൈകളിൽ പതിയെ തഴുകി. അവന്റെ ശബ്ദം ആർദ്രമായിരുന്നു. ഒന്നുമില്ല. സതി അവനെ നോക്കിയൊരു മങ്ങിയ ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. രാജൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്കറിയാം എന്തോ നിന്നെ അലട്ടുന്നുണ്ടെന്ന്. പക്ഷെ നീ ഓർക്കണം, നീ എൻ്റെ ഭാര്യയാണ്. നമ്മുടെ ജീവിതം ഇന്നു മുതലാണ് തുടങ്ങുന്നത്. അവന്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ഒരു തണുത്ത വെള്ളം വീണ പോലെ ആശ്വാസം പകർന്നു. വിവാഹം നിശ്ചയിച്ചപ്പോൾ മുതൽ കേൾക്കാൻ തുടങ്ങിയ അടക്കം പറച്ചിലുകൾ അവളുടെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. അവളൊരു ഭാഗ്യമില്ലാത്ത പെണ്ണ, പാവം, ഈ ചെറുക്കൻ ആദ്യമായിട്ട് കല്യാണം കഴിക്കുക. ആ വാക്കുകൾ അവളുടെ കാതുകളിൽ ഒരു വിഷം പോലെ തുളച്ചു കയറി. സതിക്ക് അതൊന്നും അത്ര പുതുമയായിരുന്നില്ല. ആദ്യ ബന്ധം തകർന്നടിഞ്ഞപ്പോൾ ഈ ലോകം തന്നെ അവസാനിച്ചെന്ന് അവൾ കരുതി. പിന്നീട് എപ്പോഴോ ജീവിതം മുന്നോട്ട് പോകണമെന്ന് സ്വയം പഠിപ്പിച്ചു. മാതാപിതാക്കളുടെ കണ്ണീരും നിർബന്ധവുമായിരുന്നു രാജനുമായിട്ടുള്ള ഈ ബന്ധത്തിന് വഴിയൊരുക്കിയത്. രാജന്റെ അമ്മ രാധമ്മ തുടക്കത്തിൽ അല്പം മടിച്ചു. മോനെ, അവൾക്ക് മുമ്പൊരു ജീവിതം ഉണ്ടായിരുന്നില്ലേ? അതൊന്നും നിനക്കൊരു പ്രശ്നമാവില്ലേ? ആളുകൾ പലതും പറയും. അവരുടെ വാക്കുകളിൽ ഒരമ്മയുടെ സ്വാഭാവിക ആശങ്ക നിറഞ്ഞു നിന്നു. എല്ലാവർക്കും തെറ്റുപറ്റാം. സതിയുടെ കഴിഞ്ഞാൽ അവിടെ കുറ്റമായിരുന്നില്ല. എനിക്കവിടെ വിശ്വാസമാണ്. രാജൻ ശാന്തനായ അമ്മയോട് പറഞ്ഞു. പക്ഷേ മോനെ, രാധമ്മയ്ക്ക് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അമ്മ, എനിക്ക് അവളെ വേണം. അവൾ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. രാജന്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. ഒടുവിൽ രാധമ്മ സമ്മതിച്ചു. പക്ഷെ അവരുടെ മനസ്സിൽ ഒരു നേരിയ ഭയം തങ്ങി നിന്നു. കല്യാണത്തിന് ശേഷം സതിക്ക് ചെറിയ ആശങ്കകളുണ്ടായിരുന്നു. രാജന്റെ വീട്ടുകാർ തന്നെ എങ്ങനെ സ്വീകരിക്കും? താൻ അവർക്കൊരു ബാധ്യതയാകുമോ? ആദ്യ ദിവസങ്ങളിൽ അവൾ നിശബ്ദയായിരുന്നു. ഓരോ ചുവടുകളും ശ്രദ്ധയോടെ വെച്ചു. ഒരു ദിവസം രാവിലെ രാധമ്മ അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്നു. സതി അടുക്കളയിലേക്ക് ചെന്നു. അമ്മേ, ഞാൻ സഹായിക്കാം. രാധമ്മ അവളെ നോക്കി. വേണ്ട മോളെ, നീ പോയി വിശ്രമിക്ക്. ഇത്ര പെട്ടെന്ന് എഴുന്നേൽക്കണ്ടായിരുന്നു. സതിയുടെ ഉള്ളിൽ ഒരു നേരത്തെ വേദന തോന്നി. തന്നെ ഇവർക്ക് ഇപ്പോഴും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അവൾ കരുതി. അവൾ തിരികെ നടക്കാനൊരുങ്ങുമ്പോൾ രാജൻ അടുക്കളയിലേക്ക് വന്നു. അമ്മേ, സതിക്ക് ചായ വേണം. അവളെന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നത്? രാജൻ സതിയെ ചേർത്ത് പിടിച്ചു. സതി, നീ എന്തിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്? അമ്മയ്ക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. രാധമ്മയ്ക്ക് രാജന്റെ വാത്സല്യം കാണുമ്പോൾ സങ്കടം തോന്നി. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല മോളെ. ഞാൻ കരുതിയത് നീ ക്ഷീണത്തിലാണെന്നാ. രാധമ്മയുടെ വാക്കുകളിൽ ആത്മാർത്ഥത തോന്നി. സതിയുടെ മുഖത്തൊരു നേർത്ത പുഞ്ചിരി വിടർന്നു. കാലം കടന്നുപോയി. രാജന്റെ സ്നേഹവും കരുതലും സതിയുടെ മനസ്സിലെ ഭാരം പതിയെ ഇല്ലാതാക്കി. ഓരോ ചെറിയ കാര്യത്തിലും അവനവളെ ചേർത്ത് നിർത്തി. ഒരു ദിവസം സതിക്ക് ചെറിയ പനിയുണ്ടായിരുന്നപ്പോൾ രാജൻ രാത്രി മുഴുവൻ അവിടെ കൂടെയിരുന്നു. നെറ്റിയിൽ തണുത്ത തുണി വെച്ചു കൊടുത്തു. ഏട്ടന് ഉറങ്ങിക്കൂടെ? ഞാൻ ഓക്കെയാണ്. സതി അവന്റെ മുഖത്തേക്ക് നോക്കി. നിനക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും സതി? അവനവളുടെ നെറ്റിയിൽ തലോടി. ആ സ്പർശനം അവളുടെ ഉള്ളിലെ ഭയങ്ങളെ തുടച്ചു നീക്കി. രാജന്റെ അമ്മയും അച്ഛനും അവളെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ചു തുടങ്ങി. സതിക്ക് അസുഖം വന്നപ്പോൾ രാധമ്മ സ്വന്തം കൈകൊണ്ട് കഷായം ഉണ്ടാക്കി കൊടുത്തു. മോളെ, ഇത് കുടിച്ചാൽ പനി മാറും. സന്ധ്യക്ക് കഞ്ഞി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചാൽ മതി. രാധമ്മയുടെ വാക്കുകളിൽ ആത്മാർത്ഥമായ സ്നേഹം നിറഞ്ഞിരുന്നു. ഒരു ദിവസം രാധമ്മയ്ക്ക് പെട്ടെന്ന് തലയിറങ്ങി. അടുക്കളയിൽ നിന്ന് വീഴാൻ പോയ അവരെ സതി താങ്ങി പിടിച്ചു. വേഗം വെള്ളമെടുത്ത് കൊടുത്തു. അമ്മേ, സൂക്ഷിക്കണം. സതിയുടെ ശബ്ദത്തിൽ ആത്മാർത്ഥമായ വിഷമം നിറഞ്ഞിരുന്നു. രാധമ്മ സതിയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ വാത്സല്യം മാത്രമായിരുന്നു. എനിക്കൊന്നുമില്ല മോളെ, നീ പേടിക്കണ്ട. രാധമ്മയുടെ ഉള്ളിൽ സതിയെക്കുറിച്ചുള്ള ഭയങ്ങൾ ആ നിമിഷം മാഞ്ഞുപോയി. ഒരു മരുമകളായിരുന്നില്ല, സ്വന്തം മകളെപ്പോലെ അവൾ തനിക്ക് താങ്ങും തണലുമാവുമെന്ന് രാധമ്മ തിരിച്ചറിഞ്ഞു. ഒരു വൈകുന്നേരം സതിയും രാധമ്മയും അടുക്കളയിൽ ഒരുമിച്ചിരുന്ന് പാചകം ചെയ്യുകയായിരുന്നു. മോളെ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. രാധമ്മ പതിയെ പറഞ്ഞു തുടങ്ങി. തുടക്കത്തിൽ എനിക്ക് നിന്റെ കാര്യത്തിൽ കുറച്ച് പേടിയുണ്ടായിരുന്നു. നീ ഒരു 2ാം കെട്ടുകാരിയാണ്. നിന്റെ കുഴപ്പം കൊണ്ടാണ് ആദ്യ വിവാഹം ഡിവോഴ്സ് ആയതെന്ന് ഒരു ചെറിയ സംശയം. രാജൻ ആദ്യമായിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അവന്റെ ഭാവി ഓർത്ത് ഞാൻ പേടിച്ചിരുന്നു. സതിയുടെ കണ്ണുകൾ നിറഞ്ഞു.
എനിക്കെല്ലാം മനസ്സിലാവും അമ്മേ. എന്നാൽ പിന്നെ അടുത്തറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നീ ഒരു നല്ല കുട്ടിയാണെന്ന്. എൻ്റെ മോനെ ഏറ്റവും അനുയോജ്യയായുള്ള നീയാ. കഴിഞ്ഞ കാലം കഴിഞ്ഞു പോയി. ഇപ്പൊ നീ എൻ്റെ മകളാ. രാധമ്മ സതിയെ ചേർത്ത് പിടിച്ചു. സതിയുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദ കണ്ണീരൊഴി. അവളുടെ ഉള്ളിലെ അവസാനത്തെ ഭാരവും അലിഞ്ഞില്ലാതെയായി. രാജന്റെ സ്നേഹത്തിൽ സതി തന്റെ ഭൂതകാലത്തിലെ മുറിവുകൾ പതിയെ മറന്നു. അവൾക്കൊരു പുതിയ ജീവിതം ലഭിച്ചു. രാജന്റെ കൂടെ അവൾ ആഗ്രഹിച്ച സന്തോഷവും സമാധാനവും അവൾ കണ്ടെത്തി. ഒരു ദിവസം സതി രാജൻ അവളുടെ വീടിന്റെ പൂമുഖത്തിരുന്ന് സന്ധ്യാകാശം നോക്കുകയായിരുന്നു. നക്ഷത്രങ്ങൾ ഓരോന്നായി തെളിഞ്ഞു വന്നു. രാജേട്ടാ, സതി പതിയെ വിളിച്ചു. അവളുടെ ശബ്ദത്തിൽ സന്തോഷം നിറഞ്ഞിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് രാജേട്ടാ. എൻ്റെ ജീവിതം ആദിഭാഗത്തോടെ തീർന്നു എന്ന് ഞാൻ കരുതിയത്. മരുഭൂമിയിൽ മഴ പെയ്ത പോലെ രാജേട്ടൻ എന്നെ പുതിയ ജീവിതത്തിലേക്ക് നയിച്ചു. രാജൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. നന്ദി എന്തിനാ സജി? നിനക്ക് സന്തോഷം നൽകാൻ കഴിഞ്ഞിൽ എനിക്കാണ് സന്തോഷം. ഞാനൊരു രണ്ടാം കെട്ടിയിലാണെന്ന് രാജേട്ടൻ ഒരിക്കൽ പോലും എന്നെ ഓർമ്മിപ്പിച്ചിട്ടില്ല. സതി പറഞ്ഞു. അവളുടെ കണ്ണുകൾ തിളങ്ങി. എനിക്കൊരു പുതിയ ജീവിതം തന്നു. അമ്മയും അച്ഛനും എന്നെ സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ചു. ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. രാജൻ അവളുടെ നെറുകിൽ ചുംബിച്ചു. നീ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് സതി. നമ്മുടെ സ്നേഹത്തിന് കഴിഞ്ഞ കാലത്തെ ഓർമ്മകളേക്കാൾ വലിയ ശക്തിയുണ്ട്. നമ്മുടെ ഓരോ ദിവസവും പുതിയൊരു തുടക്കമാണ്. സതി അവൻ്റെ നെഞ്ചിൽ തലയായിച്ചു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ അവരെ നോക്കി പുഞ്ചിരിക്കുന്ന പോലെ അവൾക്ക് തോന്നി. തൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചെന്ന് കരുതിയ ഒരിടത്ത് നിന്ന് പുതിയ പ്രതീക്ഷകളും സന്തോഷവുമായി അവൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. രാജന്റെ സ്നേഹത്തിൽ മായാത്ത ഓർമ്മകളെക്കാൾ വലിയ ശക്തിയുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ തൻ്റെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തിയിരുന്നു. രാജന്റെ സ്നേഹത്തിൽ പുതിയ പ്രതീക്ഷകളോടെ അവൾ ജീവിതം ആരംഭിച്ചു.